തീരാ ദുരിതമായി വല്ലപ്പുഴയിലെ കുറുവട്ടൂർ കുളപ്പള്ളി റോഡ്. വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. രാഷ്ട്രീയ വിവേചനം മൂലം പഞ്ചായത്ത് ഭരണസമിതി ഈ പ്രദേശത്തെ അവഗണിക്കുകയാണ് എന്നാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെ ആരോപിക്കുന്നത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് കുറുവട്ടൂർ കുളപ്പള്ളി റോഡ് സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. റോഡിന് ഇരുവശവും കുടിവെള്ള പദ്ധതിക്കായി ചാലുകീറിയതോടെ ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ദുരിതം ഇരട്ടിയായി. പലതവണ റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു പരിഗണനയും ഈ പ്രദേശത്തുള്ളവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ആരോപണം. വല്ലപ്പുഴ പ്രദേശത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള മാർഗമാണ് കുറുവട്ടൂർ കുളപ്പള്ളി റോഡ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ, തൃശൂർ മെഡിക്കൽ കോളേജ്, മറ്റു പ്രധാന സ്വകാര്യ ആശുപത്രികൾ, നെടുമ്പാശ്ശേരി എയർപോർട്ട് തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലേക്കെല്ലാം കൊപ്പം, തിരുവേഗപ്പുറ, പെരിന്തൽമണ്ണ, നെല്ലായ തുടങ്ങിയ ഭാഗത്തു നിന്നുള്ളവർക്ക് എത്തിപ്പെടാനുള്ള എളുപ്പമാർഗമാണ് ഈ വഴി. നിരവധി സ്കൂൾ വാഹനങ്ങളും പ്രൈവറ്റ് ബസ്സുകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ദിനംപ്രതി കടന്നു പോകുന്നത്. ഇവരെല്ലാം ഈ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ മനം മടുത്ത അവസ്ഥയിലാണ്. എന്താ ഈ റോഡിന്റെ അവസ്ഥ? ഇത് കണ്ടല്ലോ. ഇപ്പൊ അവിടുന്ന് ഒരു 100 മീറ്ററിന് എടുത്തിട്ടില്ല, അപ്പളത്തിന് തണ്ടൽ വേദന പിടിച്ചു. ഞങ്ങൾക്ക് എല്ലാ പ്രതിനിധികളും ഉണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, മറ്റേ ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ എല്ലാം ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാലങ്ങളായിട്ട്, കൊല്ലങ്ങളായിട്ട് ഈ ശോചനീയാവസ്ഥയാണ്. അതായത് ഷൊർണൂരിലേക്ക്, അതേമാതിരി കൊപ്പം ടു ഷൊർണൂർ, പെരിന്തൽമണ്ണ ഷൊർണൂർ, ഇതിൻ്റെ കൂടി തൃശ്ശൂരേക്കുള്ള ഷോർട്ട് കട്ടാണ്. ഒരു ദിവസം എത്ര വാഹനങ്ങളാണ് ഇതിനെ പോകുന്നത് അറിയാം. തൃശ്ശൂരാണ് കാര്യമായിട്ട് ഹോസ്പിറ്റലുകളുള്ളത്. രോഗികളായിട്ട് ഇതിലെ പോയാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം ഞാൻ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇതിലെ ഒരു ദിവസം എത്ര പ്രാവശ്യം എനിക്കിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ മുതലല്ലേ. ഇങ്ങനെ നശിപ്പിച്ചുകൾ ആരോട് പറഞ്ഞാലും ഒരു മറുപടിയില്ല. ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞുകൂടാന്നല്ലാതെ അവനാ കാശ് കൊടുത്ത് വാങ്ങിയ മുതൽ നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ ആരോടൊപ്പം ഇതിനൊക്കെ പറയാം. ഒരു രക്ഷയും കാണുന്നില്ല. ഈ റോഡിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 300 മീറ്റർ അവർ കഴിഞ്ഞ വർഷം തന്നെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ചെയ്യാനൊരു നിർവാഹമല്ല. ഇതിപ്പോൾ ഒരു മാസങ്ങളായിട്ടുള്ള വിഷയമല്ലേ. വർഷങ്ങളായിട്ട് ഇവിടെ ഒരു മെയിൻ്റനൻസും നടന്നിട്ടില്ല. പഞ്ചായത്ത് ഭരണസമിതിയുടെ രാഷ്ട്രീയ വിവേചനമാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് മെമ്പർ ബിന്ദു സന്തോഷ് പറയുന്നത്. ഭരണകക്ഷി മെമ്പർമാർക്കെല്ലാം 25-35 ലക്ഷം രൂപ റോഡ് റീടാറിങ്ങിനായി അനുവദിച്ചപ്പോൾ പ്രതിപക്ഷ മെമ്പർ ആയതുകൊണ്ട് മാത്രം തനിക്ക് 10 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചതെന്നും ഇതിൽ 8 ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡിന്റെ ഒരു ഭാഗം മാത്രമേ ചെയ്യാൻ സാധിച്ചതുള്ളൂ എന്നും ബിന്ദു സന്തോഷ് പറഞ്ഞു. 2023-24 വർഷത്തിൽ ഞാൻ അടക്കമുള്ള പ്രതിപക്ഷ മെമ്പർമാർക്ക് കേവലം 10 ലക്ഷം രൂപയും ഭരണപക്ഷ മെമ്പർമാർക്ക് 30-35 ലക്ഷം രൂപ വയ്ക്കുന്നൊരവസ്ഥ വന്നു. തികച്ചും രാഷ്ട്രീയ വിവേചനം തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളത്. 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് 2,52,00,000 പദ്ധതികളാണ്, വിവിധ പദ്ധതികളാണ് ഈ വർഷം സ്പിൽ ഓവറിൽ വന്നത്. അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കേണ്ട, പല വാർഡുകളിലും ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ട് അത് സ്പിൽ ഓവറിൽ വരുത്തി നമുക്ക് നഷ്ടം വരുത്തിച്ചെന്നാണ്. കാരണം ഇതൊക്കെ പല റോഡിൻ്റെ വിഷയം മാത്രമല്ല, പല പദ്ധതികളും ആ സാമ്പത്തിക വർഷത്തിൽ ചെയ്യേണ്ടത് സമയബന്ധിതമായി ചെയ്യാത്തത് കൊണ്ട് പിറ്റത്തെ വർഷത്തെ ഫണ്ടിലേക്കാണ് അത് പോകുന്നത്. അപ്പം നമുക്ക് ഈ 24-25 വാർഷിക പദ്ധതിയിൽ നമ്മൾ ഗ്രാമസഭ കൂടുകയും എല്ലാ വാർഡുകളിൽ നിന്നും പുതിയ പ്രൊജക്റ്റുകളും പുതിയ റോഡുകളൊക്കെ കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ ആസൂത്രണ സമയത്ത് ഫണ്ട് തികയാത്ത അവസ്ഥയാണ്. ഈ വർഷം എനിക്ക് കേവലം മെയിൻ്റനൻസ് ഗ്രാൻഡ് റീടാറിങ് ചെയ്യാൻ തുച്ഛം 2 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അത് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ കൃത്യമായി സമയബന്ധിതമായി വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അതിന് കാരണക്കാർ പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും MLAയ്ക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു പരിഗണനയും ലഭിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. തുടർന്ന് VK ശ്രീകണ്ഠൻ MPക്ക് പരാതി നൽകുകയും MP ഫണ്ടിൽ നിന്നും തുക അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയതായും പ്രദേശവാസികൾ പറഞ്ഞു. പ്രധാനപ്പെട്ട റോഡായിട്ടും കൂടിയും ഈ റോഡിനെ അവഗണിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്കും MLAയ്ക്കും MPക്കും ഒക്കെ ലെറ്റർ നൽകിയിട്ടുണ്ട്. അതാത് സമയങ്ങളിൽ അതാത് വർഷത്തിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളെക്കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു നിവേദനം തന്നെ ഈ പറയപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് കൊടുത്തിട്ടുണ്ട്. ആരും രാഷ്ട്രീയ വിവേചനം കൊണ്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം
ഈ വാർഡിലെ മെമ്പർ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പറാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും MLAയും CPMകാരും ഇടതുപക്ഷക്കാരുമാണ്. അപ്പോൾ ആ രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് കൊണ്ട് രാഷ്ട്രീയ രംഗത്ത്, വികസന രംഗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം കാണിച്ചതുകൊണ്ടാണ് ഈ റോഡ് പൂർണ്ണമായി നവീകരിക്കാൻ കഴിയാതിരുന്നത്. തലതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ശക്തമായ പ്രക്ഷോഭം കൊണ്ട് മുന്നിട്ടിറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് കക്ഷി രാഷ്ട്രീയം മറന്നിട്ട് എല്ലാവരും ഇവിടെ ഞങ്ങൾ റോഡ് ഉപരോധിച്ച് കർശനമായിട്ടുള്ള ഇതുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം റോഡിന് ഫണ്ട് അനുവദിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു രാഷ്ട്രീയ വിവേചനവും കാണിച്ചിട്ടില്ലെന്നും ഈ ഭരണസമിതിക്ക് മുമ്പ് 10 വർഷക്കാലം പഞ്ചായത്ത് UDF ഭരിച്ചപ്പോൾ റോഡിനു വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നതെന്നും പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. വാർഡിലേക്ക് അനുവദിക്കുന്ന ഫണ്ട് ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതാത് മെമ്പർമാരാണെന്നും ഇത്തവണയും ഫണ്ട് നീക്കിവെക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. Kavita Gold and Diamonds. Choose your special.